എല്ലാവർക്കും സുഖമല്ല. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് വീട്ടിലുള്ള 2-3 ചേരുവകൾ വെച്ച് ഒരു സ്വീറ്റാണ് കേട്ടോ റെഡിയാക്കാൻ പോണേ. പാനിലേക്ക് 1 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. മെഷറിംഗ് കപ്പിൽ 1 കപ്പാണ് കേട്ടോ. പാല് തിളക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഒരു സാധനം പൊടിച്ചെടുക്കാണ്ട് 4 കപ്പ് റോസ്റ്റഡ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്ത കപ്പലണ്ടി ബൗളിലേക്ക് തന്നെ മാറ്റാം. മീഡിയം വലിപ്പത്തിലുള്ള അരമുറി നാളികേരം എടുത്ത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. തിളച്ച പാലിലേക്ക് നാളികേരക്കൊത്തുകൾ ഇട്ട് കൊടുക്കാം. നാളികേരക്കൊത്ത് പാലിൽ നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. വേവിച്ചെടുക്കണം എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റ് മതി. അതിലും കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യണ്ട. 5 മിനിറ്റ് നമ്മൾ നാളികേരം പാലും കൂടി തിളപ്പിച്ചെടുത്തു കേട്ടോ. 5 മിനിറ്റ് നമ്മൾ തിളപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ഒഴിച്ച പാലും കുറച്ച് വറ്റിയുണ്ടാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് തിളപ്പിച്ചെടുത്തേക്കണേ. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര മെൽറ്റ് ആവാൻ തുടങ്ങി. നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ. ഫ്ലെയിം സിമ്മിൽ വെച്ച് ചെയ്തോളൂ, കരിയരുത്. പഞ്ചസാര കാരമലായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ. 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി ചേർക്കുക കേട്ടോ. ഒരുമിച്ച് ചേർക്കണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. നാളികേരത്തിൻ്റെ മിക്സ് നല്ലോണം തണുത്തുട്ടാൽ നമുക്കിത് അരച്ചെടുക്കാം. പേസ്റ്റ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. നമ്മൾ ആ തിളപ്പിച്ച പാലിൽ തന്നെയാണ് അരച്ചെടുക്കാൻ പാടുള്ളൂ. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ഈ ഗോതമ്പ് പൊടി നെയ്യിൽ നല്ലോണം റോസ്റ്റാക്കി എടുക്കണം. റോസ്റ്റായി വരുമ്പോൾ തന്നെ ഗോതമ്പ് പൊടിയുടെ കളർ മാറി വരും. ഗോതമ്പ് പൊടി നല്ലോണം റോസ്റ്റായിട്ടാണ്. ഇതിൽ ഈ ഒരു ബ്രൗൺ കളറിൽ കാണുന്നത് ഈ വക്കിലുണ്ടായ പാലിൻ്റെ മിക്സാണ് കേട്ടോ. ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഗോതമ്പ് പൊടിയും റോസ്റ്റ് ചെയ്തെടുക്കണേ. ഗോതമ്പ് പൊടി നല്ലോണം റോസ്റ്റായി. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണേ നാളികേരത്തിൻ്റെ പേസ്റ്റ് ചേർക്കാം. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നാളികേരം ചേർത്ത് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ ഇതുപോലെ നെയ്യ് പിരിഞ്ഞ് വരും കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഗോതമ്പ് മാവ് നെയ്യിലാണ് റോസ്റ്റ് ചെയ്തത്. ആ നെയ്യ് ലൈറ്റായിട്ട്, ഒരുപാടൊന്നുമില്ല, ലൈറ്റായിട്ട് ഒന്നിങ്ങനെ പിരിഞ്ഞ് വരും. നമുക്ക് പാനിൽ കാണാൻ പറ്റും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കണേ കാരമൽ ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് പാനിൽ നിന്ന് വിട്ട് വരാൻ പാകത്തിന് റെഡിയാക്കി എടുക്കണം. കാരമൽ ചേർക്കുമ്പോൾ മിക്സ് ഒന്ന് ലൂസാവും. ഇനി നമ്മളിതിൽ നെയ്യോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാട്ടോ. അപ്പോൾ മിക്സ് ലൂസായി നന്നായി കിട്ടൂട്ടോ. അത് കാരണം കൈ വിടാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പാനിൽ നിന്ന് കുറേശ്ശെ വിട്ട് വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കണ കപ്പലണ്ടിയുടെ പൊടി, എല്ലാം നല്ലോണം മിക്സ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിം സിമ്മിൽ തന്നെ വെക്കണം കേട്ടോ. ഇനി ഒന്നും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കണം. പാനിൽ നിന്ന് ഇപ്പോൾ നല്ലോണം വിട്ട് വരാൻ തുടങ്ങി. ഈ സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കാണ് നമ്മുടെ മിക്സ് ഞാൻ ഇടണത്. പാത്രത്തിൽ നെയ്യ് തേച്ച് അടിയിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ പേപ്പർ നിങ്ങൾക്ക് വേണം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. 1 സ്പൂൺ വെച്ച് കറക്റ്റ് ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. നെയ്യ് കുറച്ചേ ചേർത്തിട്ടുള്ളൂ, എന്നാലും നെയ്യ് മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്. നാളികേരം ആയ കാരണമാണ്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നെയ്യ് യൂസ് ചെയ്താൽ മതി. നമുക്ക് ഇങ്ങനെ തന്നെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിൻ്റെ ശേഷം പാത്രത്തിൽ നിന്ന് ഡീമോൾഡ് ചെയ്താൽ മതി. ഫ്രിഡ്ജിൽ വെക്കേണ്ട, റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരുന്നാൽ മതി. സ്വീറ്റ് റെഡിയാക്കി വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടാ. നമുക്ക് തുറക്കാം. സൈഡൊക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്യാം. നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായില്ലേ, അത് നമുക്ക് വിടിയിച്ചെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. 1/2 മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ വെക്കണം കേട്ടോ. എന്നാലേ നമുക്ക് സെറ്റായി കറക്റ്റ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഇനി എന്ത് ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്യാട്ടോ. ഞാൻ ഒരു നട്ട്സിൻ്റെ പകുതി വെച്ച് കൊടുക്കണേ ഉള്ളൂ. അത്രയ്ക്കും സോഫ്റ്റായിരിക്കും കേട്ടോ. വായിലിട്ടത് അലിഞ്ഞു പോകും. നല്ല ടേസ്റ്റും ഉണ്ടാവും. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ ഒരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.